ഏഞ്ചൽസ് വില്ലേജിനെ സംബന്ധിച്ച് ഏറെ അഭിമാനവും സന്തോഷം നിറഞ്ഞ ഒരവസരത്തിലാണ് ആയിരിക്കുക. ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 1979 കാഞ്ഞിരപ്പള്ളി രൂപത ആരംഭിച്ച ആശാനിലയം മറ്റൊരു ദിശയിലേക്ക് വളർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് 5 വർഷങ്ങൾക്ക് മുമ്പ് പൊൻകുന്നമടുത്ത് ചെങ്കല്ലിൽ 12ഓളം ഏക്കർ സ്ഥലത്ത് ഇവർക്ക് വേണ്ടിയുള്ള ഒരു സമഗ്ര പദ്ധതി എന്ന നിലയിൽ ഏഞ്ചൽസ് വില്ലേജ് ആരംഭിക്കുക. ഇത് വെറും ഒരു പഠന പരിശീലന കേന്ദ്രം എന്നതിനേക്കാളുപരി ബുദ്ധിപരമായ പരിമിതിയുള്ള കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും എങ്ങനെ കാര്യശേഷിയോടുകൂടിയ ഒരു പുനരധിവാസം സംജാതമാക്കാം എന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്രയധികം സ്ഥലവും 11ഓളം വരുന്ന വ്യത്യസ്ത സ്ഥാപനങ്ങളും ഇവിടെ ആരംഭിക്കാൻ കാരണം. വൂം ടു ടൂം, അമ്മയുടെ ഉദരത്തിലും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ മരണം വരെ അവരെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ ഏഞ്ചൽസ് വില്ലേജ് ആരംഭിച്ചപ്പോൾ അവിടെ കൃഷിക്കും മൃഗപരിപാലനത്തിനും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കാഞ്ഞിരപ്പള്ളി നല്ല സ്മരണയോട് ചേർന്ന് 10 ഏക്കർ സ്ഥലത്ത് 16 പ്ലോട്ടുകളായി തിരിച്ച് വിവിധ ഇനം കൃഷികൾ ചെയ്യുന്നു. ഇവിടെ 19-ാം മൈലിൽ ചെങ്കല്ലിൽ നമ്മൾ നൂതനമായ ചില കൃഷികൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ട് അടങ്ങുന്ന കൃഷിയിടം വിവിധ തരത്തിൽ ക്രമീകരിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ സഹകരണത്തോടു കൂടിയും മാതാപിതാക്കളുടെ ഇടപെടലോടുകൂടിയും ഇത് ആരംഭിക്കുക ഏറെ സന്തോഷവും അഭിമാനവുമുള്ള കാര്യമെന്ന് ഞാൻ പറയുക. കഴിഞ്ഞ വർഷം 1600 ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ നട്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ 100 കണക്കിന് ഫലങ്ങളോടുകൂടിയ ഈ ചെടികൾ കാണുമ്പോൾ ഏറെ സന്തോഷമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ഒരു തൊഴിൽ സംരംഭം എന്നതോടൊപ്പം ഇത് ഒരു തെറാപ്പി എന്ന നിലയിൽ, ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന നിലയിൽ കൂടിയാണ് ഈ കൃഷി ക്രമീകരിച്ചിരിക്കുക. ഡ്രാഗൺ ഫ്രൂട്ട് പല വിധത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടെന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് കൗണ്ട് വർദ്ധിക്കുവാൻ ഈ ഫലം കഴിക്കുന്നത് വളരെ ഗുണകരമാണ് എന്നാണ് പറയുക. കൂടാതെ ഇത് സാലഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് പാർശ്വഫലങ്ങൾ നെഗറ്റീവായൊന്നും ഇല്ലെന്ന് മാത്രമല്ല, ഇത് വളരെ പ്രകൃതിദത്തമായ ഒരു ഫലം എന്ന നിലയിൽ നമ്മുടെ റെഗുലർ ഭക്ഷണ ക്രമീകരണത്തിൽ ഇത് ചേർക്കാനായിട്ട് സാധിക്കും. ഒരേ സമയം ഇതൊരു ഫ്രൂട്ട്, ഒരു ഫലം എന്ന നിലയിലും മെഡിസിൻ എന്ന നിലയിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ക്യാൻസർ ഉള്ളവർക്ക് ബ്ലഡിൻ്റെ കൗണ്ട് കൂടാൻ വളരെ ഗുണകരമാണ് എന്ന് മനസ്സിലായിട്ടുണ്ട്. അതിനുള്ള ഞങ്ങളുടെ ഒരു അനുഭവം എന്ന് പറയുന്നത്, കാഞ്ഞിരപ്പള്ളി നല്ല സ്മരണയോട് ചേർന്ന വർഷങ്ങളായിട്ട് നമ്മൾ ഈ കൃഷിയുണ്ട്. അവിടെ വന്ന ക്യാൻസറിന് രോഗമുള്ള അനേകർ അവരുടെ രോഗത്തിന് ഇത് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിച്ചതിൻ്റെ പേരിൽ ഈ ഫ്രൂട്ട് വാങ്ങിക്കുകയും ബ്ലഡിൻ്റെ കൗണ്ട് കൂടുവാൻ വേണ്ടി കഴിച്ചതിൻ്റെ അനുഭവങ്ങൾ അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 കടകളാണുള്ളത്. ഏഞ്ചൽസ് വില്ലേജിനോട് ചേർന്ന് ഏഞ്ചൽ ഷോപ്പ് എന്ന പേരിൽ 19-ാം മൈലിൽ ഏഞ്ചൽസ് വില്ലേജിൻ്റെ ഫ്രണ്ടിൽ നമുക്കുള്ള കടയുണ്ട്. ആ ബേക്കറിയിൽ ഈ ഫ്രൂട്ട് ലഭ്യമാണ്. കൂടാതെ കാഞ്ഞിരപ്പള്ളി നല്ല സമ്പ്രദായൻ ആശ്രമത്തോട് ചേർന്ന് മറ്റൊരു ഏഞ്ചൽ ഷോപ്പ് എന്ന് പറയുന്ന ഒരു കടയുണ്ട്. ആ കടയിലും ഇത് ലഭ്യമാണ്. ഇനി ഏഞ്ചൽസ് വില്ലേജിൻ്റെ ഓഫീസിൽ വന്ന് പറഞ്ഞാൽ ഇവിടെ ഓൺ ദ സ്പോട്ടിൽ തോട്ടത്തിൽ നിന്ന് തന്നെ ഇത് നൽകാനായിട്ട് സാധിക്കും. ഏഞ്ചൽ ഷോപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളും അവിടെ മാതാപിതാക്കളും ജീവനക്കാരും കൂടി നടത്തുന്ന കടയാണ്. അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജോലി ചെയ്യുന്നു. അവർക്ക് വേതനം കൊടുത്തുകൊണ്ടാണ് അവർ അവിടെ ജോലി ചെയ്യുക. അപ്പോൾ അതും ഒരു പുതിയ സംരംഭം എന്ന നിലയിൽ കഴിഞ്ഞ വർഷമാണ് 19-ാം മൈലിൽ ആരംഭിച്ചത്. കാഞ്ഞിരപ്പള്ളിയിലേത് 2 വർഷം പൂർത്തിയാവുകയാണ്. അപ്പം അതും ഇവിടെ ഒരു തൊഴിൽ സംരംഭമായിട്ടാണ് നടത്തുക. ഇതുകൂടാതെ നമ്മൾ ചക്കയുടെ പ്രോസസ്സിംഗ് യൂണിറ്റ്, ചാണകപ്പൊടിയുടെ എൻറിച്ച്ഡ് കൗഡങ്, ഇങ്ങനെ വിവിധങ്ങളായ നാച്ചുറലായ അല്ലെങ്കിൽ കൃഷി സംബന്ധമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ആൺപൂ എന്ന് പറയുന്നത് അച്ഛൻ്റെ ആ സൈഡിൽ നിൽക്കുന്ന ആ പൂവാണ്. ആ പൂവ് അധികം വളരില്ല. കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ അത് തന്നെ മഞ്ഞച്ച് അഴുകി വീണുപോകും. അതല്ലെങ്കിൽ നമ്മളത് അടർത്തിക്കളയണം. അത് നിൽക്കുന്നത് കൊണ്ട് ഗുണമില്ല. മറ്റ് പെൺപൂവാണെങ്കിൽ അത് വളർന്ന് വലുതായി വിരിഞ്ഞ് അത് പരപരാഗണം അന്ന് രാത്രിയിലാണ് ഇത് വിടരുന്നത്. വെളുപ്പിനെ തന്നെ സാധാരണ തേനീച്ചകൾ വന്ന് പരപരാഗണം നടത്തി അത് പകൽ അത് കൂമ്പി പോകും. തുടർന്ന് അത് വളർന്ന് ഇതുപോലെ ചെറിയ കായായി വളർന്ന് വന്ന് നമുക്ക് ഇപ്പോൾ ഇവിടെ
500 ഗ്രാമോളം വരുന്ന പഴങ്ങൾ നമുക്കുണ്ട്. ഇനി ഒരു ചെടിയിൽ പൂ ഉണ്ടായി 45 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കാ പറിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പൂ വിരിഞ്ഞ് 25-ാം പൊക്കം മുതൽ ഇത് പറിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കടയിലൊക്കെ കൊടുക്കാനാണ് 2-3 ദിവസം ഇരിക്കേണ്ടത് കൊണ്ട് വേണമെങ്കിൽ 22-ാം ദിവസം മുതൽ കടയിലേക്ക് വേണമെങ്കിൽ 2-3 ദിവസം വയ്ക്കാൻ വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ 25 ദിവസം ആകുമ്പോഴേക്കും ഇത് നല്ലതുപോലെ പഴുത്ത കായാണ്. ഇത് കുറച്ചുകൂടെ പഴുക്കാനുണ്ട്. ഇപ്പോൾ ഇത് തന്നെ പൂ, ഇത് പൂവല്ല, ഇത് കായായി. ഇനി ഇത് നമുക്ക് പല വിധത്തിൽ നമുക്ക് ഭക്ഷണമായിട്ട് നമുക്കൊരു പഴമായിട്ട് ഇത് കഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ അല്പം തേനും കൂടെ ഒക്കെ ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് വളരെയധികം വർദ്ധിക്കും. കൂടാതെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത് ക്യാൻസറിന് വളരെ പ്രതിരോധം നൽകുന്ന, ബ്ലഡ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ കടയിൽ നമ്മൾ ഇപ്പോൾ ഷെയ്ക്ക് ഉണ്ടാക്കാനായിട്ടും ജ്യൂസ് ഉണ്ടാക്കാനായിട്ടും ഇത് കൊടുക്കുന്നുണ്ട്. ഞാനും അച്ഛനുമൊക്കെ ഇത് കഴിച്ചു നോക്കി. വളരെ ടേസ്റ്റിയാണ്. കടയിൽ വന്ന് കഴിക്കുന്നവരൊക്കെ വളരെ ആഗ്രഹത്തോടു കൂടി ഈ പഴം വാങ്ങിക്കുകയും ഇത് കടയിൽ നിന്ന് ജ്യൂസും ഷേക്കും ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ പലരും നമ്മൾ വിളവെടുപ്പ് പൂർണ്ണമായും ആരംഭിക്കാത്തത് കൊണ്ടാണ് നാളെ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം പലരും വീടുകളിൽ കൊണ്ടുപോയി ഷെയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ പലവിധ ജോലികൾക്ക് വരുന്നവരൊക്കെയും പഴം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ജോലി ചെയ്യുന്ന ആൾ നിർബന്ധം പറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരു പഴം കൊടുത്തു വിട്ടു. മോള് വീട്ടിൽ അത് ഷെയ്ക്ക് ഉണ്ടാക്കി കുടിച്ചു എന്ന് പറഞ്ഞു. ഇനിയും വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വളരെ നല്ലതാണ് ഷെയ്ക്കിന്. നമുക്കും അത് ഷെയ്ക്ക് ഉണ്ടാക്കി കഴിക്കാം. കൂടാതെ നമുക്ക് ഇത് കടയിൽ കൊടുക്കാം. കടയിൽ കൊടുക്കുമ്പോൾ എന്താണ് പൈസ കിട്ടും. പൈസ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡ്രസ്സ് മേടിക്കും. നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കാം. നമ്മുടെ അനുദിന കാര്യങ്ങളൊക്കെ നടത്താം. നമുക്ക് ഭക്ഷണം, നമ്മൾ ബോർഡിങ്ങിൽ ഒക്കെ കഴിയുമ്പോൾ ബോർഡിങ്ങിൽ നമുക്ക് ഭക്ഷണം വേണം. ഇവിടെ ബെഞ്ച് ഡെസ്കൊക്കെ നമുക്ക് വാങ്ങിക്കണം. അപ്പം നമ്മുടെ അനുദിന കാര്യങ്ങൾക്ക് വേണ്ടി. പിന്നെ കൂടാതെ നമുക്ക് നിങ്ങൾ ജോലി ചെയ്യുന്നതനുസരിച്ച് ഓരോരുത്തർ സ്റ്റൈഫൻഡ് തരുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് അതിനുള്ളൊരു വേതനമായിട്ടൊക്കെ തരാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ കൃഷി എന്ന് പറയുന്നത് നമുക്കൊരു തെറാപ്പി. ഇത് കാണുന്നതിൽ ഭയങ്കര സന്തോഷമല്ലേ? പലരും എന്നോട് ചോദിച്ചത് ഇത് ഉണ്ടാകുന്ന സീസൺ എപ്പോഴൊക്കെയാണ്? സീസൺ എന്ന് പറയുന്നത് നീ ചോദിച്ച നല്ല ഒരു ചോദ്യമാണ്. സാധാരണ ഇത് മെയ് മാസത്തിൽ, ഏപ്രിൽ മെയ് മാസത്തിലാണ് പൂവിടുന്നത്. പൂവിടുന്നത് ഒരു 6-8 മാസത്തോളം ഇങ്ങനെ പൂ ഉണ്ടായിക്കൊണ്ട് ഇരിക്കും. ആ പൂവ് ഞാനീ പറഞ്ഞ പോലെ വിരിയുന്നു. മാത്രമല്ല മറ്റ് ഒന്ന് മനസ്സിലാക്കുന്നത്, ഇതിൻ്റെ സീസൺ കഴിഞ്ഞാൽ രാത്രിയിൽ ലൈറ്റ് ഇട്ട് കൊടുത്താൽ എല്ലാ സീസണിലും ഇത് പൂവിടുകയും കാ ലഭിക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് സീസൺ കഴിയുന്നത് ഒരു ഒക്ടോബർ നവംബർ മാസത്തിലായിരിക്കും സീസൺ കഴിയുന്നത്. അതിനുശേഷം നമ്മൾ രാത്രി ലൈറ്റ് ഇട്ട് കൊടുത്താൽ വീണ്ടും പൂക്കളും കാകളും ഉണ്ടാവും. വെരി ഗുഡ്. അപ്പം നിൻ്റെ ചോദ്യം വളരെ നന്നായിരിക്കുന്നു എടുക്കാൻ. അപ്പം നമുക്ക് ഇനി കൃഷി ചെയ്ത് നമുക്ക് മാക്സിമം ഫലം ഉണ്ടാക്കണം. കൂടാതെ നമുക്ക് കൂടുതൽ സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി പോകാനായിട്ട് ഇത് കാരണം ആകും. ഗുഡ്.